San Jose Central School is more than a school. It's a place where ambitions get roots, ideas get wings. Together, we start the journey to success. San Jose Central School. പത്രവിതരണം നടത്തി പഠനം നടത്തിയിരുന്ന വിദ്യാർത്ഥിയോട് ക്രൂരത. ബൈക്ക് സ്വകാര്യ ബസ് ഇടിച്ചു തകർത്തു. നഷ്ടപരിഹാരമില്ല. പത്രവിതരണം നടത്തി പഠനത്തിനായി പണം കണ്ടെത്തുന്ന വിദ്യാർത്ഥിക്കെതിരെയാണ് മനസാക്ഷിയില്ലാത്ത ക്രൂരത. പാതയോരത്ത് നിർത്തിയിട്ട ബൈക്ക് സ്വകാര്യ ബസ് ഇടിച്ചു തകർത്തിട്ടും നയാ പൈസ നഷ്ടപരിഹാരം നൽകാതെ ബസ് ഉടമ കൈയൊഴിഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രിക്കും പോലീസ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥി പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയോടെ അത്താണി സെന്ററിലാണ് അപകടം നടന്നത്. പാർലിക്കാട് പടിഞ്ഞാറൂട്ട് വീട്ടിൽ അച്യുതൻ ശ്രീല ദമ്പതികളുടെ മകൻ 20 വയസ്സുള്ള ആദിത്യനാണ് വലിയ പ്രതിസന്ധിയിലായത്. തൃശൂർ ഷൊർണൂർ റൂട്ടിലോടുന്ന ലക്ഷ്മി എന്ന ബസ്സാണ് അപകടം വിതച്ചത്. ഷൊർണൂരിലെ സെന്റ് തോമസ് പ്രൈവറ്റ് കോളേജിൽ ബികോം 2ാം വർഷ വിദ്യാർത്ഥിയായ ആദിത്യൻ രാവിലെ പാർലിക്കാട് മേഖലയിൽ പത്രവിതരണം നടത്തിയും വൈകിട്ട് അത്താണിയിലെ മൊബൈൽ ഷോപ്പിൽ പാർട്ട് ടൈം ജോലി ചെയ്തുമാണ് പഠനത്തിനാവശ്യമായ പണം കണ്ടെത്തുന്നത്. പഠനത്തിനും ജോലിക്കുമെല്ലാമായി ജീവിത വഴിയിലെ ഓട്ടത്തിന് ഗതിവേഗം കൂട്ടിയപ്പോഴാണ് ആദിത്യൻ 1 വർഷം മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് സ്വന്തമാക്കിയത്. പതിവ് പോലെ അത്താണിയിലെ ഷോപ്പിൽ ജോലിക്കായി എത്തി പാതയോരത്ത് നിർത്തിയിട്ട ബൈക്കാണ് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ഇടിച്ചു കയറി പൂർണ്ണമായും തകർന്നത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബസ് ഉടമയെ സമീപിച്ചെങ്കിലും ഉടമ കൈയൊഴിഞ്ഞതായി വിദ്യാർത്ഥി പറഞ്ഞു. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ മൊബൈൽ ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ വണ്ടി സ്വകാര്യ ബസ് വന്നിട്ട് ഇടിച്ചു തകർത്തത്. വണ്ടി ഫുള്ള് നാശനഷ്ടമായിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ബാരിക്കേഡ് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വേറെ വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വണ്ടിയുടെ മുകളിലേക്കാണ് എൻ്റെ വണ്ടി വീണത്. ആ വണ്ടിക്കും നഷ്ടമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഓണറിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളാണെങ്കിൽ കേസ് കൊടുത്തതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ MBDക്കും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിക്കും മെയിൽ അയച്ചിട്ടുണ്ട്. ഇതിനുള്ള വേണ്ട നടപടികൾ തുടർന്നാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും ഗതാഗത മന്ത്രിക്കും പരാതി നൽകിയതെന്നും ബൈക്ക് തകർന്ന് തരിപ്പണമായതോടെ പത്രവിതരണവും മറ്റും പ്രതിസന്ധിയിലാണെന്നും ആദിത്യൻ വ്യക്തമാക്കി. തനിക്ക് നീതി ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥി. ന്യൂസ് ഡെസ്ക് CCV.